ഇന്ന് നമുക്കൊരു കേക്ക് തയ്യാറാക്കാം. നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന കേക്ക് പോലെയല്ല ഇത്. പാലും ബിസ്ക്കറ്റും വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കേക്ക് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പമാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. പാർലേജി ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കേക്ക് തയ്യാറാക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കേക്ക് നമുക്ക് ഈ ഒരു പാർലേജി ബിസ്ക്കറ്റും പാലും വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഒരു ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ഒരു പാർലേജി ബിസ്ക്കറ്റ് കേക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ 260 ഗ്രാം പാർലേജി ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഒരു 5 ചെറിയ പാക്കറ്റ് ബിസ്ക്കറ്റ്. ഈ ഒരു ബിസ്ക്കറ്റ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 5 പാക്കറ്റ് ബിസ്ക്കറ്റും ഇതുപോലെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങൾ കുറച്ചധികം മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര വരെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബിസ്ക്കറ്റ് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നാലും നമുക്ക് ഈ ഒരു ബിസ്ക്കറ്റ് പൊടി ഒന്ന് അരിച്ചെടുക്കണം. ചെറിയ തരി പോലെ ഉണ്ടെങ്കിൽ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു അരിപ്പ വെച്ച് നമുക്ക് ഈ ഒരു ബിസ്ക്കറ്റ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചോക്ലേറ്റ് കേക്കാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് കൊക്കോ പൗഡർ ഇല്ലെങ്കിൽ കൊക്കോ പൗഡർ ചേർക്കാതെ ചെയ്താലും മതി. പക്ഷേ ഞാനിവിടെ ഒരു ചോക്ലേറ്റ് ഫ്ലേവർ കേക്ക് തയ്യാറാക്കുന്നത് കൊണ്ടാണ് ഈ ഒരു കൊക്കോ പൗഡർ ചേർക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു കൊക്കോ പൗഡറും ബിസ്ക്കറ്റ് പൊടിയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബിസ്ക്കറ്റ് പൊടിയും കൊക്കോ പൗഡറും നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർക്കേണ്ടത്. ഈ ഒരു ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഓയിലാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഓയിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഓയിലിന് പകരം ബട്ടർ വേണമെങ്കിൽ ബട്ടർ ചേർക്കാം, നെയ്യ് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അഥവാ നിങ്ങളടുത്ത് വാനില എസൻസ് ഇല്ലെങ്കിൽ ചേർത്തിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് പാലാണ്. 1 കപ്പ് പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പാലെടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെ എടുക്കുക. നല്ല തണുത്ത പാലെടുക്കരുത്. ഇനി നമുക്ക് കുറച്ചായിട്ട് ഈ ഒരു പാൽ ഇതിലേക്ക് ഒഴിച്ച് ഒട്ടും തന്നെ കട്ടയില്ലാത്ത രീതിയിൽ നമുക്ക് ഈ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ ബിസ്ക്കറ്റ് പൊടിയും പാലും ഒട്ടും തന്നെ കട്ടയില്ലാത്ത രീതിയിൽ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ബിസ്ക്കറ്റ് കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളടുത്ത് കേക്ക് ടിൻ ഇല്ലാന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിൽ ഡയറക്റ്റ് ഒഴിച്ചു കൊടുത്താൽ മതി. പക്ഷേ ബട്ടർ പേപ്പർ വെച്ചിട്ട് വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കേക്കിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് ടിന്നിലാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കി എടുക്കുന്നത്. നമുക്ക് ആദ്യം ടിന്ന് നന്നായിട്ടൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഈ സമയം നമ്മൾ ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാന് ഒന്ന് ചൂടാൻ വെക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. നമുക്ക് ബാറ്റർ മുഴുവനും ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ചൂടായ പാനിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം.
ഇപ്പോൾ നമ്മുടെ പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു പാനിലൊരു റിങ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ കേക്ക് ടിന്ന് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് കേക്ക് ടിന്ന് ഇതിൽ വെച്ചിട്ട് അടച്ച് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ബേക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 40 മുതൽ 45 മിനിറ്റ് വരെ നമുക്കിതിനെ ബേക്ക് ചെയ്ത് എടുക്കാം. സമയത്തിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഉൾഭാഗം വെന്തിനോ എന്ന് നോക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. കേക്കിൻ്റെ ഉൾഭാഗമെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. സ്റ്റിക്ക് നല്ല ക്ലിയറാണ്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ ഈ ഒരു കേക്ക് നന്നായി തണുത്തതിന് ശേഷം വേണം നമ്മളിത് ടിന്നിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കേക്ക് ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ അടിഭാഗമൊന്നും ഒട്ടും കരിഞ്ഞു പോകാതെ നല്ല സോഫ്റ്റായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു കേക്ക് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ച് തരാം. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചോക്ലേറ്റ് കേക്കിനേക്കാൾ വളരെ എളുപ്പമാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. എന്നാലും നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന ചോക്ലേറ്റ് കേക്കിൻ്റെ അതേ ഒരു ടേസ്റ്റ് തന്നെയാണ്. ഒരു ബിസ്ക്കറ്റ് കേക്കാണെന്ന് നമുക്ക് തോന്നുകയില്ല. അത്രക്കും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്കാണിത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്കാണിത്. അപ്പോൾ നിങ്ങളിത് തയ്യാറാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.